and this is Friends of Productions in association with Ginger Media Presents Sahasam Grand Audio Launch, sponsored by G-Tech Computer Education, supported by Bage Homes Food, directed by Bibin Krishna, and releasing. ചെറിയൊരു ഇൻട്രാക്ഷനും പരിപാടികളൊക്കെ ഉണ്ട്. താങ്ക് യു വെരി മച്ച്. യു ആൾ ക്യാൻ ടേക്ക് യുവർ സീറ്റ്. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് let's make them seated, and here we have all the artists right here right in front of you. നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരെയും കാണണം. അപ്പോൾ ഒന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. So we can capture it in the camera as well. Okay. All right everyone. അപ്പോൾ ഞാൻ ഇത് നാറിൽ നിന്ന് തുടങ്ങാം. സത്യമായിട്ട് ഞാനിവിടെ എത്തുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുപോലൊരു എന്താ പറയുക, ഞങ്ങൾക്ക് ഇത് വലിയൊരു പടമാണെങ്കിലും ഓഡിയൻസിന് സാധാരണ ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്ന പടമാണ്. റെസ്പോൺസ് കേട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്നാലും ഞങ്ങളുടെ ഈ പടത്തിന് ഇത്രയും ആളുകളോട് കൂടുതൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. താങ്ക് യു സോ മച്ച്, റിയലി ഫ്രം മൈ ഹാർട്ട്. ആൻഡ് സാഹസം ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നൊരു പടമാണ്. ഡാൻസിന് കോഴിക്കോട് നിന്നും കാസർഗോഡും കണ്ണൂരിൽ നിന്നും കിട്ടിയ സ്നേഹമൊക്കെ എനിക്ക് പണ്ടേ അറിയാം. അതേ സപ്പോർട്ട് എനിക്ക് ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത് നമുക്ക് ലെറ്റ്സ് പാസ് ദ മൈക്ക് ടു ഗൗരി. നമസ്കാരം കോഴിക്കോട്. എന്തെങ്കിലും ഇല്ല പറഞ്ഞോളൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കോഴിക്കോട് ഞാൻ ഒരു കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ എപ്പോൾ വന്നാലും ഭയങ്കര ഇവിടുത്തെ വാംത്ത് എനിക്ക് ഭയങ്കര എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും സാഹസത്തിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളൊക്കെ കാണാൻ. സോ താങ്ക് യു സോ മച്ച്. ഹായ്. സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി റിലീസാണ്. ഞങ്ങളുടെ എല്ലാ പാട്ടിനും അടിപൊളി റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു അടിപൊളി മൂവി ആയിരിക്കും. ഓണത്തിൻ്റെ ഒരു മൂഡ് പോലെ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡും വളരെ സ്ട്രോങ് ആണ്. നിങ്ങളിപ്പോൾ പാട്ട് കേട്ടു. ഇന്ന് 3ാമത്തെ പാട്ട് ഇറങ്ങി. വിപിൻ അശോകിൻ്റെ ടാലൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അറിയും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇന്ന് ഓഡിയോ ലോഞ്ച് എന്നുള്ളൊരു ദിവസം വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. പടം കാണുക. ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയ സിനിമയാണ്. സോ ഒന്നും ആലോചിക്കേണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങ് പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഇവിടെ സോങ് പ്ലേ ചെയ്തപ്പോൾ കവളൊക്കെ നല്ല ചുവന്ന കവളിൽ നല്ല പാടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഈ കൂട്ടത്തിൽ ആരാ അടിയടിച്ചത്? അത് പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 8-ാം തീയതി പോയിട്ട് ഗൗരിയുടെ കവളിൽ ആരാണ് അടിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അമ്മാരി അടിയായി പോയി ആണല്ലേ? ഓക്കെ ഫൈൻ. ആരടിച്ചതാണെങ്കിലും ശരിക്കും അടിച്ചതാണോ? അത് അല്ല, അങ്ങനെ നമുക്ക് ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്ത സമയത്ത് അവർക്ക് ടാഗിനെ കിട്ടിയിട്ടോ. ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് സിനിമ എന്നുള്ളൊരു ലിബർട്ടി ഞങ്ങൾ യൂസ് ചെയ്തു. പക്ഷെ ആ ഒരു സീക്വൻസിന് അങ്ങനെ കാണിക്കേണ്ടി വന്നു. പക്ഷെ അല്ലാതെ ആരും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ വളരെ ക്യൂട്ടായി ചെയ്തതിൽ ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ആരും പേടിക്കണം. എനിവേസ് ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങൾ പോയിട്ട് പടം കണ്ടുവെച്ച് തീരുമാനിക്കാം അടി ആരുടെ അടുത്ത് നിന്നാണ് കിട്ടിയത്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ശബരി ചേട്ടൻ. കൈയുടെ കോഴിക്കോട്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ മാക്സിമം ആൾക്കാർ വന്ന് നിന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെജോയുടെ പെർഫോമൻസ് കാണാനാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഏത് മൂഡ്? സെജോയുടെ മൂഡ് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇവരെല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, വീണ്ടും ഇവിടെ ഉള്ള എല്ലാവരും പറയും ഓഗസ്റ്റ് 8-ാം തീയതി പടം റിലീസാണ്. സാഹസം തിയേറ്ററിൽ നിങ്ങൾ കാണുക. ഒരു പുതിയ നായകൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അത് റംസാന്റെ ഡാൻസ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു. ഇനി അഭിനയം കാണുക. റൊമാൻസ് ചെറുതായിട്ട് കണ്ടു, അതിൽ കൂടുതൽ സിനിമയിലുണ്ട്. ഓഗസ്റ്റ് 8-ാം തീയതി നമുക്ക് തിയേറ്ററിൽ കണ്ടുകൂട്ടാം. ഒരുപാട് സന്തോഷം ഇവിടെ വന്നു നിന്നതിൽ. നമുക്ക് ഇനി ഒരുപാട് ആൾക്കാർ അടുത്ത ആളെ വിളിക്കാം. തീർച്ചയായിട്ടും ശബരീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫെജോയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ കോഴിക്കോട് വന്നിട്ട് ശബരീഷേട്ടൻ കൂടെ ഒരു പാട്ട് പഠിക്കേണ്ടി വിടരുതെന്ന് ഇവർ ഓൾറെഡി എന്നോട് പറഞ്ഞു. ശബരീഷേട്ടാ ഇല്ലേ?
യെസ് ഇല്ല എന്നാണല്ലോ കേട്ടത്. ഇല്ലില്ല ഇല്ലേ മക്കളെ? യെസ് കണ്ടോ, ആ സുന്ദരികളായ കുട്ടികൾ ശബരീഷേട്ടാ പാടുമെന്ന് നിർബന്ധിക്കുന്നു. ഒരു പിന്നെ വന്നു ഈ ഒരു മൂവിയിലൂടെ വീണ്ടും വന്നു എന്നൊക്കെ. ഓക്കെ, ഈ ഒരു മൂവിയിലൂടെ ഞങ്ങൾക്ക് ഒരു അടിപൊളി ക്യാരക്ടർ ഒന്ന് വി ആർ വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒന്ന്, ഞാനിപ്പോഴും ചെയ്യുന്നത് കൂട്ടുകാരനായിട്ടായിരിക്കും, ഇതിനകത്ത് കൂട്ടുകാരനല്ല. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാരക്ടർ നല്ല ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി വിപിൻ സാർ എന്നെ നല്ലൊരു ക്യാരക്ടർ പ്രൂവോട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊത്തിരി നന്ദിയുണ്ട്. ആദ്യം തന്നെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനൊക്കെ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സിനിമ 8-ാം തീയതി തിയേറ്ററിലുള്ള കണ്ടേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന സിനിമയാണ്, അത്രയും സന്തോഷിച്ച് ചെയ്തേക്കുന്ന സിനിമ. ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തതായി ഈ ഒരു വ്യക്തി എപ്പോൾ സ്ക്രീനിൽ വന്നാലും മിനി സ്ക്രീനിൽ വന്നാലും നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടേ ഉള്ളൂ. എന്താ പറയുക, ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ആങ്കർ, ഞങ്ങളുടെയൊക്കെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ജീവ ചേട്ടാ, come on, let's give it up for Jiva. ഹലോ കാലിക്കറ്റ്. ഹലോ കാലിക്കറ്റ്. താങ്ക് യു. കാര്യം ഞാൻ എപ്പോൾ കാലിക്കറ്റ് വന്നാൽ ഹലോ കാലിക്കറ്റ് എന്ന് വിളിച്ചാലും ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ട റെസ്പോൺസ് തന്നുകൊണ്ടിരുന്നതാണ്. സരിഗമപ്പ ചെയ്യുമ്പോൾ മുതൽ ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാലിക്കറ്റുകാർ. കലയും കലാകാരന്മാരെ ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടിലേക്ക് വന്ന് ആദ്യമായിട്ടാണ് എനിക്കൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ സിനിമയുടെ താങ്ക് യു ബിബി 21 ഗ്രാംസിനെ നിഖിൽ നാരായണനെ വിളിച്ചതിന് ശേഷം ഞാൻ വിടാതെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ പലവട്ടം പറഞ്ഞിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കാര്യം ടെലിവിഷൻ സ്ക്രീനിൽ സരിഗമപ്പ അങ്ങനെ 1-2 ഷോസിലൂടെയൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ സിനിമയിൽ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ കാസ്റ്റിൻ്റെ കൂടെ ടെക്നിക്കലി ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്ന് ഞങ്ങളുടെ സിനിമയെപ്പറ്റി പറയാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വളർന്നു വരുന്ന കലാകാരനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങളുടെ കുഞ്ഞു സിനിമ നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കണ്ട് വലുതാക്കേണ്ട സിനിമ ഓഗസ്റ്റ് 8-ാം തീയതി റിലീസാകുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞായിരുന്നു ബിബിൻ ചേട്ടന്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് മേടിച്ച റോളാണ്. ഞാൻ പറഞ്ഞത് ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എന്തോ പോലെ എന്നാ ഞാൻ പറയുന്നില്ല. വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതായത് എപ്പോഴും നല്ല, പക്ഷെ എന്നാൽ പോലും സ്ക്രീനിൽ വരുമ്പോഴായാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്ന ഫുൾ കലിപ്പനെന്നാണ് മനസ്സിലായത്. എന്റെ ശക്തമായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരീനെ അടിച്ചു വെക്കാറും ജീവിച്ചെന്നാണ്. കാണാൻ വൃത്തിയുള്ള നാറിയെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണ്. ഇതിൽ നമ്മുടെ സിനിമ കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്, ആക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചെറിയ ത്രില്ലർ മൂഡുണ്ട്, അഡ്വഞ്ചറാണ്, റൊമാൻസ്. അത് പിന്നെ റംസാന് മാത്രം. ബാക്കിയുള്ള ഇടി ചവിട്ട് കുത്തൊക്കെ ഞങ്ങൾക്ക് മാത്രം. നമ്മുടെയൊക്കെ മുഖം കാണുമ്പോൾ നമ്മൾ ഓരോ പ്രൊമോഷന് പോകുമ്പം നമ്മുടെ ഡയറക്ടർ പറയും ഇതിൽ നമ്മുടെ ഈ സിനിമയിൽ എല്ലാ ജോണറും ഉണ്ടെന്ന് എടുത്തെടുത്ത് പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സോടെ ആണെങ്കിലും നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത് ഒരു നായകൻ വളർന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. നമ്മളെ ചവിട്ടിയിട്ടാണെങ്കിലും ഒരാൾ ഇൻഡസ്ട്രി രക്ഷപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കാനാണ് ആസ് ആൻ ആക്ടർ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വിനയം വിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവിടെ? ആ മുഖത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം, ആ വിനയം നമുക്കൊന്ന് ഫോക്കസ് ചെയ്തെടുക്കാം. ഓക്കെ, എനിവേസ് അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ചവിട്ടുപടി ആവട്ടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക്. ഒരുപാട് മൂവീസ് വരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ, അവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരെ പോയി പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമ കാണാൻ. ഞങ്ങളുടെ ഓണം മൂഡ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ തന്ന സ്വീകരണം, സന്തോഷാക്കി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം, ഇന്ന് നമ്മുടെ പിന്നെ ഇമ്പാച്ചി പാടി പോക്കറ്റിലേക്ക് എന്ന് പറഞ്ഞ പാട്ട് റിലീസായിട്ടുണ്ട്. പാട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന് തന്ന സ്നേഹം നിങ്ങളെല്ലാവരും തരണം. ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങളുടെ ദിവസമാക്കി മാറ്റണം. ഏതൊരു കലാകാരനും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അവരുടെ ദിവസമാകാനാണ് ഇഷ്ടം. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഒരു പാട്ട് ഹിറ്റായതിനു ശേഷം ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് വലിയ സന്തോഷമാണ്. അപ്പോൾ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ടാവും. ഇതൊരു കളർഫുൾ എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ നിങ്ങളോടെല്ലാം ഒരു ബിഗ് താങ്ക് യു. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി ടൈമാണ്. ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മൂവി റിലീസ് ചെയ്യാണെന്ന്. പലതവണ ഡേറ്റ് പറഞ്ഞു. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നാ ഡേറ്റ്? എക്സാക്ട്ലി 8th. അപ്പോൾ 8th നിങ്ങൾ എല്ലാവരും ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 8th എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണണം. പിന്നെ നമ്മുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ അതിൻ്റെ റീലൊക്കെ ചെയ്തു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. ഞാൻ മൈക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ കാലിക്കറ്റ്. താങ്ക് യു, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു എന്നാണോ അല്ല, ഞാൻ ആലോചിക്കരുത് എവിടുന്ന് ആരെയോ പറയണത്. അപ്പം ഓക്കെ, സോ ഹലോ, എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് കുറേ നേരം ഞാൻ ആലോചിച്ചു. സ്ഥിരം ഡയലോഗും തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. അതായത് എൻ്റെ അമ്മമ്മയുടെ വീട് കോഴിക്കോടാണ്, മീഞ്ചന്തയിലാണ്. അപ്പം ഒബ്വിയസ്ലി വെക്കേഷനൊക്കെ വന്ന് വളർന്നിട്ടുള്ളൊരു സ്ഥലമാണത്. ഇവിടെ നമ്മുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നേ? സുഖമല്ല എല്ലാവർക്കും? ഉഷാറ് കുറവുണ്ട്. ഞാൻ പൊതുവേ കോഴിക്കോട് കണ്ടിട്ടുള്ള ക്രൗഡിൻ്റെ ശബ്ദം ഇതല്ല. ഇവർ കുറച്ച് പേരൊക്കെ എറണാകുളത്തു നിന്നും അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് ഈ എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇത് ശബ്ദം ഒന്ന് കേൾപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല എന്നാണോ പറയണേ? ഇല്ല സാറ്, കുഴപ്പമില്ല. എനിവേ, അപ്പം ഓഗസ്റ്റ് 8 ഞങ്ങളുടെ സിനിമ ഇറങ്ങുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സിനിമയെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാഹസം ടീമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പല ട്രാക്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ട്രെയിലറും സോങ്ങൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിലെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതുവരെ തന്ന സപ്പോർട്ടും ഇതിനുണ്ടാവും, ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും ഓഗസ്റ്റ് 8 തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, എല്ലാവരും പറഞ്ഞ പോലെ. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഹരിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുകയാണ്. ഹലോ, ഇത്രയും പേരൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പറയാനുള്ളതൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ബിബി ചേട്ടനോടും അതിനുവേണ്ടി കയ്യിലെ കാശ് മുടക്കി ഇറങ്ങിയ ചേട്ടനോടും അതൊരു നന്ദി. ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പപ്പൻ എന്നാണ്. ഈ പടം നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടുപോലെ കുറച്ച് കെയോസൊക്കെ നിറഞ്ഞ ഒരു എൻ്റർടൈനറാണ്. നിങ്ങൾ ഇത്രയും പേരെല്ലാം ഒരുപാട് പേര് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പടത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും 8-ാം തീയതി പടം പോയി കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എനിക്കൊരു മാളുടെ നടക്കുന്ന എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല. സാധാരണ ഞാൻ മാളിലൊക്കെ വന്ന് ഷർട്ടിൻ്റെ പാൻറ്റിൻ്റെയൊക്കെ വില നോക്കിയിട്ട് തിരിച്ചു പറയാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8-ാം തീയതി എന്ന് ഇനി എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് അറിയില്ല. പക്ഷേ ഓഗസ്റ്റ് 8-ാം തീയതി ആയതുകൊണ്ട് ഞാനും പറയുന്നു. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ലോകമാണ്. അപ്പോൾ കുറേ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ എൻ്റെ പ്രായത്തിലുള്ളവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ രണ്ടിൻ്റെയും ഒരു മിക്സ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എനിക്ക് കാലിക്കട്ടപ്പോൾ വീട്ടിൽ പറയാതെ ആ കുട്ടിയുടെ കൂടെ കാലിക്കട്ട് ട്രെയിനിൽ വന്നതാണ്. ഈ ജീവിതത്തിൽ എനിക്ക് ആ സാഹസം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു സാഹസം വീട്ടിലിരിപ്പുണ്ട്. ഓക്കെ, വേറെ ഒന്നും കിട്ടില്ലല്ലോ ചോദിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ആ പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞിട്ട്. എൻ്റെ പേര് മോഹസിൻ ആണ്. മോഹസിൻ. ഓക്കെ. റംസാനോടാണ് ചോദ്യം. റംസാൻ, മറ്റേ ഏത് മോഡ് പാട്ടിൽ ലാസ്റ്റിൽ ഒരു സഞ്ചി കാണിക്കുന്നുണ്ട്, അത് എന്താ സംഭവം എന്നൊന്ന് പറയാൻ പറ്റും? ആ സഞ്ചിക്കുള്ളിൽ എന്താണ്? അതാണ് കഥ. അല്ല, അത് ആക്ച്വലി നമ്മൾ ഈ സോങ് ഒക്കെ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു കഥയിൽ എന്തെങ്കിലും എലമെന്റ് നമ്മൾ പ്രൊമോ സോങ്ങിൽ ഇറക്കണം എന്നുള്ളത്. കാരണം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ
നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വീണ്ടും ആ ഒരു സോങ് കാണുവാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ട് അവിടെ ഒരു സഞ്ജി വന്നു, എന്തുകൊണ്ട് ജീവിയുടെ എക്സ്പ്രഷൻ അങ്ങനെ വന്നു, എന്തുകൊണ്ട് സച്ചിൻ ചേട്ടൻ മാവേലിയായിട്ട് വന്നു, എന്തുകൊണ്ട് ഞാൻ ഹരിനെ കോളറിന് കയറി പിടിച്ചു, എന്തുകൊണ്ട് ഞാൻ ഗൗരീനെ കൊണ്ടുപോയി എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ അതിൻ്റെ ചെറിയ ചെറിയ എലമെൻ്റ് ആണ് ഞാൻ ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സഞ്ജിയിൽ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം പ്രൊഡ്യൂസറായിട്ട് ഇടിക്കും. അതുകൊണ്ട് സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സഞ്ജിയിൽ. അതിൽ നിന്ന് കുറച്ച് മാറി ചെയ്തതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. അതിൽ ഞാൻ ശ്യാം എന്നുള്ളൊരു കഥാപാത്രം ചെയ്തു. അതിൽ ഒരു ഡാൻസിൻ്റെ എലമെൻ്റ് ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെപ്പോലുള്ള ഒരാളെ വെച്ചിട്ട് ഇത്രയും ലീഡായിട്ടുള്ള ക്യാരക്ടർ എഴുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഒരു സാഹസമാണ്. അവർക്കാണ് ശരിക്കും ഒരു സാഹസം എന്നെ വെച്ച് പടം ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ 100-200% ഞാൻ ഈ പടത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിനും ഡയറക്ടർ എന്താണോ പറയുന്നത് അത് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാഹസമല്ല, ഞാൻ എല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത്. കാരണം ഇതൊക്കെ എൻ്റെ തുടക്കമാണ്. ഇവിടെ ഞാനിപ്പോൾ സാഹസമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്ക് യു. That's a great answer. Okay. ഉണ്ട്, നിങ്ങൾ ചിരിക്കും, നമുക്ക് ബാക്കി പറയാം. അങ്ങനെ ഒരു അതൊരു സെലിബ്രേഷനാണ്. നമ്മൾ ഓണം പാട്ട് എന്നുള്ള രീതിയിലാണ് ഓണം മോഡ് എന്നുള്ള പാട്ട് ചെയ്തത്. പടത്തിലുണ്ട്, അങ്ങനെ ആയിരിക്കില്ല, വേറൊരു ഇതായിരിക്കും പടത്തിൽ വരിക. അപ്പോൾ അതൊരു സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സെലിബ്രേഷൻ്റെ വൈബ്, അതിൻ്റെ ഇടയിലാണ് റംസാൻ്റെ ബ്രില്യൻസ്. കഥ പറഞ്ഞിട്ടുണ്ട്, സഞ്ജയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സിനിമയിൽ ഓഫ് കോഴ്സ് ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലറും ടീസറും കണ്ടപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കോമഡിയും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നിരാശ ചെയ്യുന്നു. അതുപോലെ ഈ പാട്ട് അടിപൊളിയാണ്. ഈ പടം കാണുമ്പോൾ അതേപോലെ നിരാശപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരിക്കലും കേട്ടോ. കാരണം ഈ സിനിമയ്ക്ക് അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും കണ്ട എല്ലാവരും അത്രയും ഔട്ട്പുട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷ എന്തായാലും സിനിമയ്ക്കുണ്ട്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഓഫ് കോഴ്സ് അവിടെ കയറുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നമുക്ക് എത്രയും സ്നേഹം കിട്ടും അത്രയും തന്നെ ശത്രുക്കൾ നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. പുറത്തുള്ള ഓഡിയൻസ് ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ബിഗ് ബോസിൽ ഞാൻ എന്തിനാണ് പോയത്, എന്ത് ലക്ഷ്യത്തോടെയാണ് പോയത്, അത് ഇപ്പോഴും ഞാൻ വന്ന് നിൽപ്പുണ്ട്. കാരണം ബിഗ് ബോസ് പോയതുകൊണ്ടാണ് ഞാൻ ഭീഷ്മപുറവും അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ്ബ് ഓഫീസിലുണ്ട്. ഇതൊരു ഇലക്ട്രോ ഒരു ട്രാൻസ് മോഡുള്ളൊരു ട്രാക്കാണ്. ഇത് സിനിമയിൽ വളരെ ഉദ്യോഗജനകമായ ഒരു സമയത്താണ് വരുന്നത്. ഇമ്പാച്ചിയാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫീമെയിൽ വോക്കൽ ഉണ്ട്, അത് ഭദ്ര. ലിറിക്സ് ഇംഗ്ലീഷ് ലിറിക്സും ഇമ്പാച്ചി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇതിലൊക്കെ കൂടെ ഇപ്പം കേൾക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പാട്ടിന് ആക്ച്വലി നമുക്കൊരു പേരിട്ടിട്ടുണ്ട് ഈ പാട്ടിന്. പാട്ടിൻ്റെ പേര് കൊക്കഡലിക് എന്നാണ്. അത് ഒരു കൊക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി അതിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ സൈക്കഡലിക് ഡാൻസ് ആണ് എൻ്റെ ഒരു ജോണർ. ഓക്കെ. അങ്ങനെ അതിൻ്റെ കമ്പയർ കൊക്കഡലിക് എന്നുള്ള പേര്. കൊക്കഡലിക്. ഓക്കെ. പറയാൻ തന്നെ കുറച്ച് സമയം. കൊക്കഡലിക്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ സോങ് കൊക്കഡലിക് പാട്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും താഴെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. G-Tech family sing. സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കാണ് ഏറ്റവും കൂടുതൽ കാലിക്കട്ട് തന്നെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ഒരു റാപ്പ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു റാപ്പ് എന്ന് പറയുന്ന ആളുകൾ എൻജോയ് ചെയ്യുന്ന പാട്ടുകൾക്ക് തുടക്കം കുറിച്ച ഒരാളാണ് ഫെജോ. ഐ തിങ്ക് ഹീസ് ആർ കേരളാസ് ഗലി ബോയ് അല്ലേ? റൈറ്റ്? യെസ്. അപ്പൊ ഇറ്റ്സ് വെരി ഹാപ്പി മൊമെന്റ് ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും. സോ അധികം ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല. നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച് എവരിവൺ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം, ബിക്കോസ് ഹി ഈസ് ഗോണ ബി ഹിയർ സിംഗിങ് ഫോർ യു ഓൾ. അപ്പൊ